എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽവിസ് ബി.എസ്.സി നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ വേരിഫിക്കേഷൻ ഡേറ്റ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ശേഷം പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. പല കുട്ടികളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നും ആപ്ലിക്കേഷൻ പ്രൊവിഷണലി റിജക്റ്റഡ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണോ, നമുക്ക് കൺഫേം ചെയ്യാമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ശരിയാണ് എന്നല്ല അർത്ഥം. കാരണം LBS നിങ്ങളുടെ ഡേറ്റയും ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്യുന്നത് മാനുവലിയാണ്. അവർ കണ്ടെത്തുന്ന തെറ്റുകളാണ് അവർ നോട്ടിഫൈ ചെയ്യുന്നത്. പക്ഷേ അവർ കാണാത്ത എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് തന്നിരിക്കുന്നത്. അതായത് താൽക്കാലികമായിട്ട് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റയും ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നത് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്താണ്. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഡേറ്റയും കാര്യങ്ങളെല്ലാം അവർ ഒന്നും കൂടി റീചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഫൈനൽ കൺഫർമേഷൻ നടത്തത്തുള്ളൂ. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് മാത്രമാണ്. അഡ്മിഷൻ സമയത്താണ് ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തുകയാണ്. ഇപ്പോൾ പല കുട്ടികളും ചോദിച്ചിരുന്നു, നമ്മുടെ പേഴ്സണൽ ഡേറ്റയിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തതിൽ മാറിപ്പോയി, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെരിഫിക്കേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്ന അന്ന് മുതൽ ജൂലൈ 4 വരെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് റിമാർക്സ് അടി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണോ റിമാർക്സ് തന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റീഅപ്ലോഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ റിമാർക്സ് എന്താണോ നിങ്ങൾക്ക് കറക്ഷൻ വരാനുള്ള കാരണം അതാണ് റിമാർക്സിൻ്റെ അകത്ത് തന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. കാരണം ഇനി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നതല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക. താങ്ക് യു.